കാലങ്ങളായി തുടരുന്ന ഗവർണർ സർക്കാർ പോര് പുതിയ തലത്തിലേക്ക് നീളുന്നു. ഗവർണറുടെ തന്ത്രങ്ങൾക്ക് സമാന്തരമായി ചുവടുവെച്ചുകൊണ്ടാണ് സർക്കാരിന്റെ നീക്കം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി സെപ്റ്റംബറിൽ തീരും വരെ യൂണിവേഴ്സിറ്റികളിലെ വൈസ് ചാൻസലർ നിയമനങ്ങൾ നീട്ടിക്കൊണ്ടുപോവുകയാണ് സർക്കാരിന്റെ പുതിയ തന്ത്രം. വെറ്റിനറി സർവകലാശാലയിൽ ജെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്ന വൈസ് ചാൻസലർ ഡോക്ടർ MR ശശീന്ദ്രനാഥിന്റെ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് പുതിയ വിസിയെ കണ്ടെത്തുന്നതിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടാണ് സർക്കാർ ഉത്തരവായത്. മൃഗസംരക്ഷണ വകുപ്പാണ് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയത്. സർക്കാരിന്റെ 3 പ്രതിനിധികൾ ഉൾപ്പെട്ടതാണ് കമ്മിറ്റി. അതിനാൽ സർക്കാരിന് വേണ്ടപ്പെട്ടവരെ വിസിയാക്കാം. എന്നാൽ യൂണിവേഴ്സിറ്റിയുമായോ സർക്കാരുമായോ ബന്ധമുള്ള ആരും കമ്മിറ്റിയിൽ ഉണ്ടാവരുത് എന്നാണ് ചട്ടം. ഇതുപോലും മറന്നാണ് സർക്കാരിന്റെ കടുങ്കൈ. യൂണിവേഴ്സിറ്റി നിയമത്തിലുള്ള ഗവർണറുടെ പ്രതിനിധിയെ ഒഴിവാക്കിയാണ് സർക്കാരിന്റെ ഉത്തരവ്. യൂണിവേഴ്സിറ്റി നിയമത്തിൽ നിന്നും വ്യത്യസ്തമായി സർവകലാശാലയുടെയും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെയും പ്രതിനിധികളെ സർക്കാർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കമ്മിറ്റി അംഗങ്ങളുടെ പേരുകൾ പ്രത്യേക ഉത്തരവായി പിന്നീടായിരിക്കും തീരുമാനിക്കുക. സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ ഉടനടി നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർ മേരി ജോർജ് ഗവർണറെയും സർക്കാരിനെയും എതിർകക്ഷികളാക്കി ഫയൽ ചെയ്തിട്ടുള്ള ഹർജിയിൽ ഇന്ന് വാദം കേൾക്കാനിരിക്കെയാണ് ഗവർണർ രൂപീകരിച്ച കമ്മിറ്റികൾക്ക് സമാന്തരമായി സർക്കാർ പുതിയ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്. കമ്മിറ്റി ആര് രൂപീകരിക്കണമെന്നത് സംബന്ധിച്ച് സർവകലാശാല നിയമനത്തിൽ വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ് സർക്കാർ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതെന്നാണ് സർക്കാരിന്റെ നിലപാട്. വൈസ് ചാൻസലർമാരുടെ നിയമന അധികാരി കൂടിയായ ഗവർണറാണ് സെർച്ച് കമ്മിറ്റികൾ കാലങ്ങളായി രൂപീകരിക്കുന്നത്. ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം വലിയ വിവാദമുണ്ടായപ്പോൾ കോടതിയുടെ തീരുമാനം അനുസരിച്ചായിരിക്കും അന്തിമ തീരുമാനമെന്ന് അന്ന് ഗവർണർ തീർത്തു പറഞ്ഞിരുന്നു. എന്നാൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ഗവർണറുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യുമെന്ന് സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാരിനെയും ഗവർണറെയും പ്രതി ചേർത്തുകൊണ്ട് വിസി നിയമനം വൈകിപ്പിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഡോക്ടർ മേരി ജോർജ് കേസിൽ നിലപാട് വ്യക്തമാക്കിയത്. എന്നാൽ ഇതിനെല്ലാം അപ്പുറത്ത് സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ടായിരുന്നു. പശ്ചിമ ബംഗാളിലെ സാഹചര്യത്തെ മുൻനിർത്തിയാണ് സുപ്രീം കോടതി വിധിയുണ്ടായിരുന്നത്. പശ്ചിമ ബംഗാളിലും സമാനമായ രീതിയിൽ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. വലിയ തോതിലുള്ള ഏറ്റുമുട്ടലും പ്രകടമായിരുന്നു. വിസിയെ സ്വയം നിയമിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഗവർണറുടെ തീരുമാനത്തെ മമത ചോദ്യം ചെയ്തു. മാത്രമല്ല സുപ്രീം കോടതിയുടെ മുന്നിൽ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. അന്ന് UU ലളിതിന്റെ നേതൃത്വത്തിലുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി പുതിയ നീക്കം കുറിച്ചത്. UU ലളിതിന്റെ നേതൃത്വത്തിലുള്ള സെർച്ച് കമ്മിറ്റി പുതിയൊരു പാനൽ തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് നൽകണമെന്നും അതിൽ നിന്നും ഒരാളെ മുഖ്യമന്ത്രി ഗവർണർക്ക് ശുപാർശ ചെയ്യണമെന്നുമായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ്. അങ്ങനെ ഗവർണർക്കല്ല അധികാരമെന്ന് സ്ഥാപിക്കുകയായിരുന്നു സുപ്രീം കോടതി. കേരളത്തിൽ തർക്കം തുടരുകയാണെങ്കിൽ കേസ് ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് പോകും. അങ്ങനെയായാൽ തർക്കം വീണ്ടും നീണ്ടുപോകും. മാത്രമല്ല ഗവർണറുടെ കാലാവധി സെപ്റ്റംബറിൽ അവസാനിക്കാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ തന്ത്രം വിജയിക്കും. എന്നാൽ നിലവിലെ നിയമനമനുസരിച്ച് പുതിയ ഗവർണർ ചുമതല ഏറ്റെടുക്കുന്നതുവരെ പഴയ ഗവർണർക്ക് തുടരാം. അത് എത്ര കാലം വേണമെങ്കിലും ആകാം. UPയിൽ നിന്നും മത്സരിച്ച് കേന്ദ്രമന്ത്രിയാകാനായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ ആദ്യത്തെ ശ്രമം. ഇതിനായി BJP കേന്ദ്ര നേതൃത്വത്തിൽ ചില ഇടപെടലുകളും അദ്ദേഹം നടത്തിയിരുന്നു. എന്നാൽ BJP നേതൃത്വം വഴങ്ങിയില്ല. അതിൽ ഇപ്പോഴും നിരാശനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. നേരത്തെ ഉപരാഷ്ട്രപതിയാകാനുള്ള ശ്രമവും അദ്ദേഹം നടത്തിയിരുന്നു. എന്നാൽ ആ ശ്രമവും വിഫലമായി. അവിടെയും പരാജയം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഫലം. പകരം ഉപരാഷ്ട്രപതിയായി ബംഗാൾ ഗവർണറായിരുന്ന ജഗ്ദീപ് ധൻഖറെയാണ് BJP സർക്കാർ ചുമതലയേൽപ്പിച്ചത്. ആരിഫ് മുഹമ്മദ് ഖാന്റെ ശ്രമങ്ങളെല്ലാം ഫലം കാണാത്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ വീണ്ടും കേരളത്തിലെ ഗവർണറായി അദ്ദേഹം തന്നെ ചുമതല ഏറ്റെടുക്കാനുള്ള സാധ്യതയാണ് ഇതോടെ വെളിവാകുന്നത്. എന്നാൽ BJP സംസ്ഥാന നേതൃത്വത്തിനും ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ തുടരുന്നതാണ് താല്പര്യം. എന്നാൽ സെപ്റ്റംബർ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സർക്കാർ നീങ്ങുന്നത്. പുതിയ വാദമുഖങ്ങൾ തുടർന്ന് ഹർജികൾ തീർപ്പാക്കുന്നതുവരെ വിസി നിയമനങ്ങൾ നീട്ടുക എന്നതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. സെപ്റ്റംബറിൽ ഗവർണറുടെ കാലാവധി അവസാനിക്കുമെന്ന കണക്കുകൂട്ടലും സർക്കാരിന് മുന്നിലുണ്ട്. കേരളയിലും MGയിലും യൂണിവേഴ്സിറ്റി പ്രതിനിധികളെ നൽകാൻ CPM വിമുഖത കാട്ടിയിരുന്നു. എന്നാൽ സർക്കാർ രൂപീകരിക്കുന്ന സെർച്ച് കമ്മിറ്റിയിലേക്ക് യൂണിവേഴ്സിറ്റി പ്രതിനിധികളെ ഉൾപ്പെടുത്തും. ജൂലൈ 19 സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള സെനറ്റിന്റെ പ്രതിനിധിയെ നിശ്ചയിക്കുന്നതിന് കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റിന്റെ പ്രത്യേക യോഗവും ചേരുന്നുണ്ട്.